സൈബർ വേട്ടയ്ക്കെതിരെ ആഞ്ഞടിച്ച് സീരിയൽ താരം രേഖ രതീഷ് രംഗത്ത് വരുമ്പോൾ ശക്തമായ നടപടികൾക്ക് സർക്കാർ. കഴിഞ്ഞ കുറേ നാളുകളായി ഒരു കൂട്ടം യൂട്യൂബർമാർ നടത്തുന്ന തേജോവധം താങ്ങാനാവാതെ ജീവൻ പോലും അപകടത്തിലാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടി രംഗത്തെത്തിയതോടെ സംഭവം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിലായി. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേഖ നടത്തിയ അപേക്ഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി ഇടപെട്ടു. വിഷയത്തിൽ ഉടൻ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. രേഖയുടെ മൊഴിയെടുത്തേക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനു വേണ്ടി തനിച്ചു പൊരുതുന്ന ഒരമ്മയുടെ ആത്മനൊമ്പരമാണ് രേഖയുടെ വാക്കുകളിൽ നിഴലിച്ചത്. കഴിഞ്ഞ 9 മാസമായി ജോലിയില്ല. ഇതിനിടയിലാണ് 3 മാസത്തോളമായി എന്നെയും എൻ്റെ സ്വകാര്യ ജീവിതത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് ചില യൂട്യൂബ് ചാനലുകൾ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത്. മോശം ക്യാപ്ഷനുകൾ നൽകി അവർ എന്നെ സമൂഹ മാധ്യമത്തിൽ നാണം കെടുത്തുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഈ യൂട്യൂബർമാരായിരിക്കും, നടി വീഡിയോയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തൻ്റെ കുടുംബത്തെയും സ്വകാര്യതയെയും ലേലം വിളിക്കുന്ന സൈബർ ക്രിമിനലുകൾക്കെതിരെ കൈകൂപ്പിക്കൊണ്ടാണ് താരം സഹായം തേടിയത്. രേഖ രതീഷ് 5ാം വിവാഹത്തിനൊരുങ്ങുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വ്യാജ വാർത്തകളാണ് സൈബർ ആക്രമണം കടുക്കാൻ കാരണമായത്. അശ്ലീല ചുവയുള്ള കമന്റുകളും അധിക്ഷേപങ്ങളുമായി ഒരു സംഘം തന്നെ വേട്ടയാടാൻ തുടങ്ങിയതോടെ താരം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവുകയും ചെയ്തു. ഇത്രയും കാലം മൗനം പാലിച്ചെങ്കിലും ഇനി സഹിക്കാനാവില്ലെന്നും താൻ നേരിടുന്ന ഈ അനുഭവം മിനിസ്ക്രീനിലെ പല സഹപ്രവർത്തകർക്കും ഉണ്ടാവുന്നുണ്ടെന്നും രേഖ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ആരുടെയും പേര് പറഞ്ഞിരുന്നില്ല. ഈ വീഡിയോ ഗൗരവത്തിലാണ് മുഖ്യമന്ത്രി എടുത്തത്. നടിയുടെ വീഡിയോ വൈറലായതോടെ സൈബർ പോലീസും ആഭ്യന്തര വകുപ്പും ഉണർന്നു പ്രവർത്തിച്ചു. വ്യക്തിഹത്യ നടത്തുന്ന ചാനലുകളെയും അക്കൗണ്ടുകളെയും കണ്ടെത്താൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇനിയൊരു കലാകാരിക്കും ഇത്തരമൊരു ഗതി ഉണ്ടാകരുതെന്ന രേഖയുടെ അപേക്ഷ കണക്കിലെടുത്ത് സോഷ്യൽ മീഡിയയിലെ ഈ അരാജകത്വത്തിന് കടിഞ്ഞാണിടാനാണ് സർക്കാരിന്റെ നീക്കം. നടി നൽകുന്ന മൊഴി നിർണായകമാകും. അത് പരിശോധിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് നീക്കം. പോലീസ് ഉടൻ മൊഴിയെടുത്തേക്കും. വീഡിയോ വൈറലായതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടു. സോഷ്യൽ മീഡിയയിൽ വ്യക്തിഹത്യ നടത്തുന്നവർ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രി പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സൈബർ സെല്ലിന്റെ പ്രത്യേക സംഘം ഇതിനോടകം തന്നെ രേഖയെ അപകീർത്തിപ്പെടുത്തിയ വീഡിയോകളും ചാനലുകളും നിരീക്ഷണത്തിലാക്കി കഴിഞ്ഞു. IT ആക്ട് പ്രകാരം കർശനമായ വകുപ്പുകൾ ചുമത്തി പ്രതികളെ ഉടൻ കുടുക്കാനാണ് നീക്കം. എന്തായാലും രേഖ രതീഷിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. സഹപ്രവർത്തകരും രേഖയ്ക്കൊപ്പം തന്നെയുണ്ട്. ഇത്തരത്തിൽ യൂട്യൂബ് ചാനലിൽ വാർത്ത കൊടുക്കുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്.